നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പരയിൽ ഇന്ന് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പര നിങ്ങൾ കാണുന്നുണ്ടോ? കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. കണ്ടവരൊക്കെ എന്താ അഭിപ്രായം പറഞ്ഞു അനീഷേ? നല്ല അഭിപ്രായമാണ് പറയുന്നത്. പൊതുവെ നല്ല അഭിപ്രായമാണ്. ഏറ്റവും രസകരമായ കാര്യം, ചില കമന്റ്സ് ശ്രദ്ധിച്ചപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല, പക്ഷെ ഇത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. നമ്മളൊരു റിസർച്ച് ഓറിയന്റഡ് വർക്കായിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ തന്നെ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. രാഷ്ട്രീയ താല്പര്യമുള്ളവർക്ക് കുറേ കാര്യങ്ങൾ ഓർത്തെടുക്കാനും ഓർമ്മിച്ചു വയ്ക്കാനും അത് ചിന്തിക്കാനും ഒക്കെ പറ്റും. ഇപ്പം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ 1962 മുതലാണ് മാവേലിക്കര. പക്ഷെ അതിന് തൊട്ടു മുമ്പ് തന്നെ ഈ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമായിരുന്നു തിരുവല്ല. അപ്പോൾ അതിനുശേഷം പല മാറ്റങ്ങളും വന്നു. അതുപോലെ അടൂർ ഇതുമായിട്ട് നേരത്തെ ചേർന്ന് കിടന്നു, ഇപ്പോഴും കുറച്ച് മാറിയിരിക്കുന്നു. ഇപ്പോൾ അടൂരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരുവല്ലയും കൂടെ ഒന്ന് പരാമർശിക്കാം, അടൂരും ഒന്ന് ടച്ച് ചെയ്ത് പോകാം. അപ്പോൾ 1952 മുതലാണ് നമുക്ക് ലോക്സഭാ ഇലക്ഷൻ തുടങ്ങുന്നത്. അന്ന് തിരുവല്ല. ഇപ്പം നിലവിലുള്ള മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് ഉള്ളിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെ നോക്കാം. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ഇത്രയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. അതെ, ഈ മണ്ഡലങ്ങൾ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു അല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കറക്റ്റ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലം 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കും. കോട്ടയം, ആലപ്പുഴ, കൊല്ലം. ഇതിൽ ചങ്ങനാശ്ശേരി കോട്ടയത്ത് വരും. പിന്നെ കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, ഇത് 3 ആലപ്പുഴ ജില്ലയിൽ വരും. പിന്നെ കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, കൊല്ലം ജില്ലയിൽ വരും. അങ്ങനെ 3 ജില്ലകളും ടച്ച് ചെയ്ത് കിടക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഇതിന് തിരുവല്ലയായിട്ട് ബന്ധമുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന അടൂരുമായിട്ട് ബന്ധമുണ്ട്. ചങ്ങനാശ്ശേരി വരുമ്പോൾ പിന്നെ തിരുവല്ലയൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തിരുവല്ല ലോക്സഭാ മണ്ഡലം ഉണ്ടായിരുന്നു വന്നു. ഇനി നമുക്ക് ഇപ്പം നിലവിലുള്ള ഈ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം, സ്റ്റാറ്റസ് LDF ആണോ UDF ആണോ നോക്കണം. UDF അല്ല, എന്തായാലും LDF മൊത്തം LDF ആണ്. എന്നാൽ ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം കൂടുതൽ ജയിച്ചിട്ടുള്ളത് UDF ആണ്. മാവേലിക്കര സ്ഥാപിതമായതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുത്താൽ അതിൽ 12 തവണ UDF ജയിച്ചു കോൺഗ്രസ് മുന്നണി, 3 തവണ മാത്രമാണ് LDF കിട്ടിയിട്ടുള്ളത്. മാവേലിക്കര 62 ശേഷമുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ UDF ജയിച്ച ഒരു ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര. പക്ഷെ ആ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് ഉള്ളിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ, അത് 7ഉം ഇപ്പോൾ LDF-ലാണ്. ഒരു കാര്യം കൂടി ചേർക്കണം സാർ. ഇപ്പോൾ LDF എന്നാണ് നമ്മൾ പറഞ്ഞത്, CPM എന്നല്ല. അല്ലല്ല, LDF-ലെ ഘടകകക്ഷികൾക്കെല്ലാം, ഏകദേശം എല്ലാ കക്ഷികൾക്കും നല്ല സ്വാധീനമുണ്ട്. കാരണം ഈ മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ CPI-ക്ക് പ്രാതിനിധ്യമില്ല, അല്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസിനില്ല, INL-നില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ 7 മണ്ഡലത്തിനകത്ത് LDF-ലെ മിക്കവാറും കക്ഷികളുണ്ട്. പറയാം നമുക്ക്. ചങ്ങനാശ്ശേരി, കോട്ടയത്തെ ചങ്ങനാശ്ശേരി അഡ്വക്കേറ്റ് ജോബ്, കേരള കോൺഗ്രസ് M, ഇപ്പൊ LDF-ല്. കുട്ടനാട് തോമസ് കെ തോമസ്, NCP, ഇപ്പൊ LDF-ല്. അത് കഴിഞ്ഞ മാവേലിക്കര MS അരുൺകുമാർ, CPM. ചെങ്ങന്നൂർ സജി ചെറിയാന്റെ മണ്ഡലം CPM. കുന്നത്തൂർ കോവൂർ കുഞ്ഞുമോൻ, RSP ലെൻലിസ്റ്റ്, ഇപ്പോഴും LDF-ന്റെ കൂടെ. കൊട്ടാരക്കര KN ബാലഗോപാൽ, CPM. പിന്നെ പത്തനാപുരത്ത് പിന്നെ KB ഗണേഷ് കുമാർ, ഇപ്പോഴും LDF-ന്റെ കൂടെ. ചുരുക്കി പറഞ്ഞ 7 MLA-മാർ LDF-ലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ മണ്ഡലത്തിൽ, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളത് UDF ആണ്. നമുക്കത് ചരിത്രത്തിൽ ഇതിനകത്ത് മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണ്. അതെ, മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണ്. 3 പേരില്ലേ ഇപ്പം നമ്മൾ പറഞ്ഞ തന്നെ. സജി ചെറിയാനുണ്ട്, KN ബാലഗോപാലുണ്ട്, KB ഗണേഷ് കുമാർ. 3 മന്ത്രിമാർ ഇതിനകത്ത് വരും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ. കാരണം 3 ഘടകകക്ഷികളുണ്ട്. അതെ. 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ 7 ഇപ്പോൾ LDF-നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് LDF-ന് അനുകൂലമായൊരു മണ്ഡലമാണ് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു 15 മത്സരങ്ങൾ എടുത്താൽ അതിൽ 12ഉം UDF-ഉം 3 മാത്രം LDF-ഉം ജയിച്ചൊരു മണ്ഡലമാണത്. പിന്നെ ഇത് മാവേലിക്കരയെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തിരുവല്ല മുതൽ തുടങ്ങേണ്ടി വരും. അതോടൊപ്പം നമുക്ക് അടൂരിനെ കൂടെ ഒന്ന് സ്പർശിച്ചു പോയിട്ട് വരും. ഇനിയിപ്പോൾ മത്സരിക്കുന്ന ആരൊക്കെ നമ്മൾ പറഞ്ഞില്ല. അതെ, ശരിയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷാണ്. അദ്ദേഹം മാവേലിക്കരയിലും അടൂരിലും ഒക്കെ ആയിട്ട് പലതവണ മത്സരിച്ച ആളാണ്. ഇത് 10ാമത്തെ മത്സരമാണ്. അപ്പൊ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. CA അരുൺകുമാറാണ് CPI-യുടെ സ്ഥാനാർത്ഥി, പുതുമുഖമാണ്.
ബൈജു കലാശാലയാണ് BDJSന്റെ കാൻഡിഡേറ്റ്. NDAക്ക് BJP അല്ല, BDJS ആണ് ഇവിടെ മത്സരിക്കുന്നത്. അതെ, കഴിഞ്ഞ തവണയും BDJS ആണ് മത്സരിച്ചിരുന്നത്. അതെ അതെ, നല്ല പെർഫോമൻസ് ആയിരുന്നു. അതെ, തഴവ സഹദേവൻ അതെ, നല്ല പെർഫോമൻസ് പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ ബൈജു കലാശാല ബൈജു കലാശാലയും പുതുമുഖമല്ല, അല്ല, മറ്റൊരു മുഖമായിരുന്നു. കാരണം അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച ആളാണ്. ഇപ്പോൾ ഇവിടെ BDJSന്റെ ടിക്കറ്റിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. അപ്പം അങ്ങനെ കൊടിക്കുന്ന് സുരേഷും CA അരുൺകുമാറും ബൈജു കലാശാലയും ഏറ്റുമുട്ടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്ഷണിക്കുന്നത്. 1952 തിരുവല്ല എന്ന പേരിൽ ഉണ്ടായിരുന്നൊരു മണ്ഡലത്തിൻ്റെ ഒരു ബാക്കി പത്രം അല്ലെങ്കിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ വന്നാണ് പിന്നീട് ഇതിലേക്കും കടന്നു വന്നത്. 52 തിരുവല്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. അന്ന് മാത്തൻ CP ജയിച്ചു, നാരായണപിള്ള SP ആയിരുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടി. 68,899 വോട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നു. CP മാത്തൻ. 57 അവിടെ PK വാസുദേവൻ അവർ മത്സരിക്കുന്നു തിരുവല്ലയിൽ. CPI ജയിക്കുന്നു. അവിടെ PS ജോർജാണ് എതിരെ മത്സരിച്ചത്. അപ്പോൾ PKV ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. PKV മത്സരിച്ചൊരു മണ്ഡലം കൂടി ആയതുകൊണ്ടാണ് നമ്മൾ തിരുവല്ലയെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി പറയുന്നത്. കാരണം പ്രമുഖർ മത്സരിച്ചിട്ടുണ്ട് ആ പ്രദേശത്ത് എന്നറിയാൻ വേണ്ടി. 1962 ആണ് ശരിക്കും മാവേലിക്കര നിലവിൽ വരുന്നത്. അന്ന് തിരുവല്ലയുണ്ട്, മാവേലിക്കരയുണ്ട്, രണ്ടുമുണ്ട്. അന്ന് തിരുവല്ല മണ്ഡലത്തിൽ G. രവീന്ദ്രവർമ്മ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നു. PT പുന്നൂസ് നമ്മൾ കഴിഞ്ഞ മണ്ഡലത്തിൽ പറഞ്ഞാണ്, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, CPI പരാജയപ്പെടുന്നു. അവിടെ കോൺഗ്രസ് ആണ് ജയിക്കുന്നത്. 62 മാവേലിക്കര മണ്ഡലത്തിൽ വരുമ്പോൾ അച്യുതൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നു. PK കുടിയൻ CPI പരാജയപ്പെടുന്നു. ഇങ്ങനെയാണ് 62 മുതൽ. അപ്പോൾ 62 തിരുവല്ലയുണ്ട്, മാവേലിക്കരയുണ്ട്. ഇതുവരെ പറഞ്ഞതിലിപ്പോൾ 3 പേര് വളരെ പ്രധാനപ്പെട്ടവരാണ്. ഇപ്പോൾ CP മാത്തൻ പിന്നീട് സുഡാനിലൊക്കെ അംബാസഡറായ ആളാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ്. പിന്നെ PK വാസുദേവൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ്. രവീന്ദ്രവർമ്മ, അദ്ദേഹം AR രാജരാജവർമ്മയുടെ കൊച്ചുമകനാണ്. അതിനപ്പുറം 2 കൗതുകമുണ്ട്. ഒന്ന്, അദ്ദേഹം തിരുവല്ലയിൽ നിന്നും ലോക്സഭയിലേക്ക് പോയി. 77-79 അദ്ദേഹം ബീഹാറിൽ നിന്നും മത്സരിച്ച് ജയിച്ചു. റാഞ്ചി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. പിന്നീട് 79-84 മുംബൈ നോർത്തിൽ നിന്ന് MP ആയി. കേരളത്തിൽ നിന്ന് പോയ ഒരാള് അന്യ സംസ്ഥാനത്ത് നിന്ന് പിന്നീട് മത്സരിച്ച് ജയിച്ചു. രാജ്യസഭ MP അല്ല. അത് കഴിഞ്ഞിട്ട് AB വാജ്പേയി സർക്കാർ രൂപം കൊടുത്തൊരു ലേബർ കമ്മീഷന്റെ ചെയർമാനുമായി. വളരെ പ്രമുഖർ മത്സരിച്ച മണ്ഡലമാണ് ഇത് മാവേലിക്കര. നമുക്ക് 67ലേക്ക് വരാം. 67 മാവേലിക്കരയിൽ ജയിക്കുന്നത് SSP ആണ്. SSP അന്ന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോട് കൂടിയാണ് മത്സരിക്കുന്നത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചത് MPSB പിള്ള, അദ്ദേഹം തോറ്റുപോയി. അവിടെ ജയിച്ചത് SSP ആണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പിന്തുണയോട് കൂടെയുള്ള സ്ഥാനാർത്ഥി SSP സ്ഥാനാർത്ഥി GP മംഗലത്ത് മഠം അവിടെ ജയിക്കുന്നു. 18,694 വോട്ടിന് ജയിക്കുന്നു. അന്ന് അവിടെ ഒരു കേരള കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് അന്ന് ഇവിടെ ഉണ്ട്. കേരള കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് അന്ന് ഇവിടെ ഉണ്ട്. MG പിള്ള എന്നാണ് പേര്. അത് 67 കാര്യമാണ്. പിന്നെ 1971 അടുത്ത തെരഞ്ഞെടുപ്പ്. അവിടെ ഞാൻ ഈ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് ബോധപൂർവം പറഞ്ഞതാണ്, കാരണം അടുത്തത് പറയാൻ വേണ്ടി. 1971 അവിടെ ജയിക്കുന്നത് R. ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസ്. അപ്പൊ അതിന് തൊട്ട് മുമ്പ് ആ കേരള കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് കഴിഞ്ഞ 67 72,991 വോട്ട് പിടിച്ചിരുന്നു. അപ്പൊ കേരള കോൺഗ്രസ് അന്നോട് സ്വാധീനമുണ്ട്. R. ബാലകൃഷ്ണപിള്ള CPM-ലെ S. രാമേന്ദ്രപിള്ളയെ പരാജയപ്പെടുത്തുന്നു. S. രാമേന്ദ്രപിള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 1971 കേരള കോൺഗ്രസിന് R. ബാലകൃഷ്ണപിള്ള ജയിക്കുന്നത്. അദ്ദേഹത്തിന് 55,527 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 14.6% വോട്ടിൻ്റെ ഭൂരിപക്ഷം തോടെയാണ് R. ബാലകൃഷ്ണപിള്ള ജയിക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. പിന്നെ 77 ജയിക്കുന്നത് BK നായർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹം തോൽപ്പിക്കുന്നത് BG വർഗീസ്. BG വർഗീസും വളരെ പ്രമുഖനാണ്, വളരെ സീനിയർ ആയിട്ടുള്ള മാധ്യമപ്രവർത്തകനാണ്. ഇന്ദിരാഗാന്ധിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാക്സസെ അവാർഡ് കിട്ടിയ ആളാണ് അദ്ദേഹം. പക്ഷേ ഇവിടെ മത്സരിക്കുന്നത് സ്വതന്ത്രനായി ഇടതുപക്ഷ പിന്തുണയോടെയാണ്. അത് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള മത്സരം. അതെ, എതിരെയുള്ള മത്സരമായിരുന്നു. കാരണം BK നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. അന്ന് BK നായർ ജയിച്ചു. BK നായർ ജയിച്ചത് 56,000-ഓളം വോട്ട് പിടിച്ചാണ് ജയിക്കുന്നത്. 12.73% ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടെന്ന് K. ഗോപാലകൃഷ്ണൻ 24,000 സംതിങ് പിടിച്ചു. എങ്കിലും BK നായരുടെ ഭൂരിപക്ഷം 56,000-ആണ്, 12.73%. ഇത് 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വരുന്നു. പിന്നെ 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കുറച്ച് കക്ഷികൾ അതിൻ്റെ ഭാഗമാകുന്നു. അന്ന് 1980 അവിടെ മത്സരിച്ച് ജയിച്ചു തുടങ്ങുന്നത് PJ കുര്യൻ.
അദ്ദേഹം അവിടെ 5 മത്സരങ്ങൾ നേരിട്ടു, 5 ജയിച്ചു. PJ കുര്യൻ അവിടെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മാവേലിക്കരയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം മണ്ഡലമാക്കി അദ്ദേഹം മാറ്റി. 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് PJ കുര്യൻ 1980 മാവേലിക്കരയിൽ വരുന്നത്. പക്ഷെ മാവേലിക്കരയിൽ PJ കുര്യൻ വരുമ്പോൾ അന്ന് അദ്ദേഹത്തെ എതിർത്തത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, UDF-ന്റെ സപ്പോർട്ടോട് കൂടിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. അത് തേവള്ളി മാധവൻ പിള്ള. അദ്ദേഹത്തിന് 1,63,523 വോട്ടേ പിടിക്കാൻ പറ്റുള്ളൂ, 39%. PJ കുര്യൻ 2,26,645 വോട്ട്, 54% വോട്ട്. PJ കുര്യൻ അവിടെ ഒരു തകർത്ത് പറയാതിരിക്കാൻ വയ്യ. അന്ന് പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവിടെ. ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 63,122 വോട്ടാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു 27,000 സംതിങ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ടും PJ കുര്യന് 63,122 വോട്ട്, 15% ലീഡ് ഈ തേവള്ളി മാധവൻ പിള്ളയെക്കാലം കിട്ടി. ഈ മൊത്തം നോക്കിയപ്പോൾ മാവേലിക്കരയിൽ സ്വതന്ത്രന്മാരെല്ലാം ഒരുപാട് വോട്ട് പിടിച്ചിട്ടുണ്ട് അല്ലേ? അല്ല, പക്ഷേ ഈ സ്വതന്ത്രം പാർട്ടി പിന്തുണയോടെയുള്ള മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതാണ്. സെബാസ്റ്റ്യൻ പോളൊക്കെ എറണാകുളത്ത് മത്സരിച്ചില്ല, അതേപോലെ മത്സരിക്കുന്നതാണ്. ഇനി 1984 തമ്പാൻ തോമസ് അവിടെ മത്സരിക്കുന്നു. അന്ന് TN ഉപേന്ദ്രനാഥ് കുറുപ്പ് സ്വതന്ത്രനായിട്ട് നിൽക്കുന്നു. അവിടെ തമ്പാൻ തോമസ് ആണ് ജയിക്കുന്നത്. അന്ന് LDF-ന്റെ സപ്പോർട്ടോടെ ജയിക്കുന്നു. അദ്ദേഹത്തിന് പക്ഷേ ഭൂരിപക്ഷം 1287 വോട്ടേ. ഒന്നുകൂടെ വോട്ടിൻ്റെ എണ്ണം പറഞ്ഞാൽ തമ്പാൻ തോമസിന് 2,32,339 വോട്ടും TN ഉപേന്ദ്രനാഥ് കുറുപ്പിന് 2,31,052 വോട്ടും കിട്ടുന്നു. അന്ന് BJP എൻ്റർ ചെയ്തു. നമ്മളെ ഈ ആരാകും നിങ്ങളുടെ MP എന്ന പരമ്പര ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും BJP എൻ്റർ ചെയ്ത് തുടങ്ങിയതും അവരുടെ വളർച്ചയും. മിക്കവാറും മണ്ഡലങ്ങളിൽ 1984 അവരുടെ കാൻഡിഡേറ്റ് നിർത്തുന്നത്, ചില സ്ഥലങ്ങളിൽ 89. ഇവിടെ 84 കാൻഡിഡേറ്റ് വന്നു. TK വിഷ്ണു നമ്പൂതിരി BJP കാൻഡിഡേറ്റ് വന്നു. അദ്ദേഹം 25,124 വോട്ട് പിടിച്ചു. തമ്പാൻ തോമസ് ജയിച്ചു, വെറും 1,287 വോട്ടിന്. അദ്ദേഹം 2 തവണ മത്സരിച്ചു, ഒരു തവണ ജയിച്ചു, ഒരു തവണ പരാജയപ്പെട്ടു. നമ്മളതിലേക്കാണ് വരുന്നത്. അപ്പോൾ 84 ഈ TN ഉപേന്ദ്രനാഥ് കുറുപ്പിന് 2,30,152, മറ്റ് 2,32,330 കിട്ടി. 1,287 വോട്ടിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ പെർസെൻറ്റേജ് ഒന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും. 84 ഈ തമ്പാൻ തോമസ് ജയിക്കുന്നത് വെറും 0.26%. ലെൻസ് വെച്ച് നോക്കണം, 1% പോലും ലീഡില്ല. 0.26% ആണ് തമ്പാൻ തോമസിൻ്റെ ലീഡ് TN ഉപേന്ദ്രനാഥ് കുറുപ്പിനെ പരാജയപ്പെടുന്നത്. ഈ തമ്പാൻ തോമസ് 89 മത്സരിക്കുന്നു. 89 മത്സരിക്കുമ്പോൾ തമ്പാൻ തോമസിനെ എതിരിടാനായി PJ കുര്യൻ വീണ്ടും വന്നു. അത് വീണുപോയി. PJ കുര്യൻ്റെ കൈക്ക് ഈ തമ്പാൻ തോമസ് വീണുപോയി. PJ കുര്യൻ ജയിച്ചു. 3,34,864 വോട്ടും തമ്പാൻ തോമസ് അന്ന് ജനതാദൾ 2,77,688 വോട്ടും. അന്ന് BJPയുടെ കാൻഡിഡേറ്റ് പ്രതാപ ചന്ദ്ര വർമ്മ, അദ്ദേഹം 30,229 വോട്ട് പിടിക്കുന്നു. അങ്ങനെ PJ കുര്യൻ വീണ്ടും ജയിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് MP തമ്പാൻ തോമസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് PJ കുര്യൻ വീണ്ടും വരുന്നു 57,182 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ. PJ കുര്യൻ വീണ്ടും മത്സരിക്കുന്നുണ്ട്. 91 വീണ്ടും PJ കുര്യൻ മത്സരിക്കുന്നു. അന്ന് PJ കുര്യനെ എതിർക്കാനായി CPM രംഗത്തിറക്കുന്നത് സുരേഷ് കുറുപ്പിനെ. സുരേഷ് കുറുപ്പ് മത്സരിച്ച് പയറ്റി നോക്കി, പക്ഷേ വലിയ രക്ഷ കിട്ടിയില്ല. കോട്ടയത്ത് കിട്ടിയ ഒരു സ്വീകാര്യത ഇല്ല. 25,488 വോട്ടിന് PJ കുര്യൻ സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തി. അന്ന് അവിടെ ഒരു BJPയുടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, ഒരു ചെന്നിത്തല, രമേശ് ചെന്നിത്തലയല്ല, ഒരു ചെന്നിത്തല ഗോപാലകൃഷ്ണൻ നായർ. BJP കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചു. അദ്ദേഹം 25,665 വോട്ട് പിടിച്ചു. രമേശ് ചെന്നിത്തല ഇവിടെ മത്സരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. തോമസ് കുതിരവട്ടം ജനതാ പാർട്ടി കാൻഡിഡേറ്റ് മത്സരിച്ച് 5,000 വോട്ട് പിടിച്ചു. സുരേഷ് കുറുപ്പിനെ ഇറക്കി. പക്ഷെ എന്നിട്ടും PJ കുര്യൻ ജയിച്ചു. 25,488 വോട്ടിന് 1991 PJ കുര്യൻ ജയിക്കുന്നു. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് 96 PJ കുര്യൻ തന്നെ. അന്ന് PJ കുര്യനെ എതിരെ മത്സരിക്കുന്നത് CPM-ന്റെ MR ഗോപാലകൃഷ്ണൻ. അന്ന് 21,076 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് PJ കുര്യൻ ജയിക്കുന്നത്. ഭൂരിപക്ഷത്തിൽ കുറവ് വരുന്നുണ്ട്. ഏറ്റവും അവസാനം പിന്നത്തെ ഭൂരിപക്ഷം എന്നാൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഞെട്ടും. അത് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. തൊട്ടടുത്ത് അപ്പോൾ അവിടെ BJP കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. BJP കാൻഡിഡേറ്റ് KKR കുമാർ, BJP 45,000 വോട്ട്, 7.34 എത്തി. 96 ആയപ്പോൾ BJPയുടെ 7.34 എത്തി. 98 വീണ്ടും PJ കുര്യൻ തന്നെ. PJ കുര്യൻ വരുന്നു. അവിടെ പ്രൊഫസർ നൈനാൻ കോശി മത്സരിക്കുന്നു. ഭയങ്കര മത്സരമായിരുന്നു, ഗംഭീര മത്സരമായിരുന്നു. PJ കുര്യൻ വീണു പോകുമെന്ന് എല്ലാവരും വിചാരിച്ച ഒരു മത്സരമാണ്. അവിടെ PJ കുര്യൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 1,261 വോട്ട്.
അതും 0.2%. 0.2%. അതാണ് പി ജെ കുര്യൻ അവിടെ മത്സരം. അവിടെ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം, ആ മണ്ഡലത്തിൽ അവസാന മത്സരം അവിടെയായിരുന്നു. അവിടെ പി ജെ കുര്യൻ കഷ്ടിച്ചങ്ങ് രക്ഷപ്പെട്ടു 98-ല്. 99-ല് കോൺഗ്രസ് അവിടെ രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പ്രൊഫസർ നയനാൻ കോശി എന്ന് മത്സരിച്ചു. രമേശ് ചെന്നിത്തല വിജയിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് 33,443 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു വിജയം. കെ രാമൻപിള്ളയാണ് ബി ജെ പി കാൻഡിഡേറ്റ്. 1999-ലെ 99-ല് കെ രാമൻപിള്ളയാണ് ബി ജെ പി കാൻഡിഡേറ്റ്. 73,668 വോട്ട്, 11% എത്തി. 84 തുടങ്ങിയ മത്സരമാണ്. എല്ലാ മത്സരത്തിലും ബി ജെ പിയുടെ കാൻഡിഡേറ്റ്സ് മാവേലിക്കരയിൽ ഉണ്ടായിരുന്നു. ഇവിടെ കെ രാമൻപിള്ള 11% വോട്ട് പിടിച്ചു. രമേശ് ചെന്നിത്തല 33,443 വോട്ടിന് പ്രൊഫസർ നയനാൻ കോശിയെ പരാജയപ്പെടുത്തി. അടുത്ത തെരഞ്ഞെടുപ്പ് 2004 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അധ്യായങ്ങൾ കൃത്യമായി കേട്ടവർക്ക് മനസ്സിലാവും 2004 എന്താണ് സംഭവിച്ചത്. 2004 യു ഡി എഫിൻ്റെ മൊത്തത്തിൽ പരാജയം സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. 2004 രമേശ് ചെന്നിത്തല അവിടെ മത്സരിക്കുന്നു. രമേശ് ചെന്നിത്തല തോറ്റുപോകുന്നു. രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കുന്നത് CS സുജാത. വളരെ ചെറുപ്പമാണ്. CS സുജാത പുതുമുഖം. അതെ, പുതുമുഖം. അവർ ജയിച്ചു. വലിയൊരു വിജയമായിരുന്നു രമേശ് ചെന്നിത്തലയെ മാവേലിക്കര തോൽക്കുന്നത്. അവിടെ CS സുജാതയ്ക്ക്, CPM-ൻ്റെ CS സുജാതയ്ക്ക് 2,70,881 വോട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് 2,70,867 വോട്ടും. അങ്ങനെ 7,414 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് രമേശ് ചെന്നിത്തല മാവേലിക്കരയിൽ 2004 CS സുജാതയോട് പരാജയപ്പെടുന്നത്. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അന്ന് അവിടെ BJP കാൻഡിഡേറ്റായിട്ട് വന്നത് S കൃഷ്ണകുമാർ. S കൃഷ്ണകുമാറാണ് BJP കാൻഡിഡേറ്റായിട്ട് അവിടെ മത്സരിക്കുന്നത്. S കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മളിതിൽ ഒരുപാട് പറഞ്ഞ് സമയം കളയുന്നില്ല. പക്ഷേ BJP കാൻഡിഡേറ്റ് അദ്ദേഹം അവിടെ വരുന്നു. അദ്ദേഹം 83,013 വോട്ട് പിടിച്ചു. മോശമായിരുന്നില്ല. 83,000. നേരത്തെ കെ രാമൻപിള്ള 73,000 പിടിച്ചു. ഇവിടെ അദ്ദേഹത്തെ 83,013 വോട്ട് പിടിച്ചു. അങ്ങനെ 2004 യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത അധ്യായമായിരുന്നില്ല, ആയിരുന്നില്ല. 2009-ലാണ് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ വരുന്നത്, ഈ മാവേലിക്കര മണ്ഡലത്തിൽ വരുന്നത്. അദ്ദേഹം വന്ന് RS അനിലുമായി മത്സരിക്കുന്നു. RS അനിൽ എന്ന് പറഞ്ഞാൽ CPയുടെ മറ്റൊരു നേതാവായ PK രാഘവൻ്റെ മകനാണ് ഈ RS അനിൽ. ഇവർ തമ്മിലൊരു കേസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇദ്ദേഹം സത്യവാങ്മൂലത്തിൽ പട്ടികജാതിക്കാരനാണ് എന്ന് കൊടുത്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് കള്ളമാണെന്ന് പറഞ്ഞിട്ട് കേസ് പോയി. ആ കേസ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി കൊടിക്കുന്നിൽ സുരേഷിനെതിരെ വിധി വന്നു. പക്ഷെ അപ്പീൽ പോയി. 2 വർഷക്കാലം സുപ്രീം കോടതി പോയി. പക്ഷെ സുപ്രീം കോടതി ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നു. അങ്ങനെ ഒരു സംഭവം 2009 തെരഞ്ഞെടുപ്പിലാണ് അത് വരുന്നത്. അന്ന് കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് 48,048 വോട്ടിനാണ് ജയിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് അന്നവിടെ പിടിച്ച വോട്ട് 3,97,211. RS അനില് 3,49,163. അന്ന് BJPയുടെ കാൻഡിഡേറ്റ് PM വേലായുധൻ കുറഞ്ഞുപോയി, വോട്ട് കുറഞ്ഞുപോയി. S കൃഷ്ണകുമാറിനും കെ രാമൻപിള്ളയൊക്കെ പിടിച്ച വോട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് വെറും 40,000 വോട്ട് പിടിക്കാനേ പറ്റുള്ളൂ. ഓൺലി 5.09%. 11% വരെ എത്തിയതാണ് അവിടെ. ഭൂരിപക്ഷം കൊടുക്കുന്ന സുരേഷ് 48,048. അപ്പോൾ കൊടുക്കുന്ന സുരേഷ് 2009 ഇവിടെ മത്സരിക്കുന്നു, അതായത് മാവേലിക്കര വരുന്നു എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന സുരേഷ് അതിന് മുമ്പ് മത്സരിച്ച കാര്യം പറയാതെ പോകാൻ പറ്റില്ല. അതിനു മുമ്പ് അദ്ദേഹം മത്സരിച്ചത് അടൂരാണ്. അടൂർ അദ്ദേഹം 1989-ലും 91-ലും 96-ലും അദ്ദേഹം ജയിച്ചു. മൂന്നാമത്തെ 96-ൽ ഹാട്രിക് നേടുന്നതാണ് ഈ PK രാഘവനെ തോൽപ്പിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ RS അനിൽ. അതാണ്. അപ്പോൾ 96-ൽ അദ്ദേഹം ജയിക്കുന്നു. 89, 91, 96 3 തവണ ഇദ്ദേഹം ജയിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് അടൂർ ജയിക്കുന്നു. പക്ഷേ അടൂരിൽ തന്നെ കൊടിക്കുന്നിൽ സുരേഷിനെ തറപറ്റിക്കുന്നുണ്ട് ചെങ്ങറ സുരേന്ദ്രൻ. 98-ലെ തെരഞ്ഞെടുപ്പിൽ ചെങ്ങറ സുരേന്ദ്രൻ ഇദ്ദേഹത്തെ തോൽപ്പിച്ചു, കൊടിക്കുന്നിലെ തോൽപ്പിച്ചു. 99-ൽ കൊടിക്കുന്നിൽ ജയിച്ചു വീണ്ടും. 98, 99 ചെങ്ങറ സുരേന്ദ്രൻ അപ്പോഴും 1 വർഷം കഷ്ടിച്ചേ കിട്ടിയുള്ളൂ. 99-ൽ വീണ്ടും ആര് ജയിക്കുന്നു? കൊടിക്കുന്നിൽ ജയിക്കുന്നു. 2004-ൽ വീണ്ടും ചെങ്ങറ സുരേന്ദ്രൻ കൊടിക്കുന്നിലെ തോൽപ്പിക്കുന്നു. അതെല്ലാം അടൂര് സംഭവിച്ചത്. അപ്പോൾ അടൂര് ശരിക്കും കൊടിക്കുന്നിൽ സുരേഷ് നോക്കിയ 89, 91, 96, 98, 99, 2004 6 തവണ അവിടെ മത്സരിച്ചു. 2009-ൽ മാവേലിക്കര വന്ന് 7-ാം തവണ. 2014-ലും കൊടുക്കുന്ന സുരേഷ് മത്സരിച്ചു. അച്ഛനെയും മകനെയും തോൽപ്പിച്ചു അല്ലേ? അതെ, തോൽപ്പിച്ചു. അച്ഛനെയും മകനെയും തോൽപ്പിച്ചു. 2014-ൽ കൊടുക്കുന്നിൽ വീണ്ടും മത്സരിക്കുന്നു, മാവേലിക്കര ജയിക്കുന്നു. അവിടെ ചെങ്ങറ സുരേന്ദ്രനാണ് എതിരാളി, തോറ്റുപോയി. 2014-ലും അവിടെ 32,737 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കൊടിക്കുന്നിൽ ജയിക്കുന്നത്.
2019 കൊടിക്കുന്നിൽ സുരേഷ് തന്നെ മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു. ചിറ്റയം ഗോകുമാറിനെ പരാജയപ്പെടുന്നു CPI-യിൽ. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 61,138. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 6 തവണ അടൂർ മത്സരിച്ചു, അതിൽ 4 തവണ ജയിച്ചു, 2 തവണ തോറ്റു. അപ്പം മൊത്തം മത്സരങ്ങളെടുത്താൽ 6 തവണ അടൂര്, ഇവിടെ 3 തവണ, 9 തവണ അദ്ദേഹം മത്സരിച്ചു കൊടിക്കുന്നിൽ സുരേഷ്. ഇപ്പം മത്സരിക്കാൻ പോകുന്നത് 10ാമത്തെ തവണ. കൊടിക്കുന്നിൽ സുരേഷ് ഒരു കൊടി കെട്ടിയ സുരേഷാണ്. 10 തവണ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡല്ല. റെക്കോർഡാണ്. അപ്പോൾ ഇപ്പോൾ 10ാം തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നത് C. അരുൺകുമാറാണ്, CPI. CPIക്ക് നല്ലൊരു വേരോട്ടമുള്ളൊരു പ്രദേശം തന്നെയാണ് ഈ അടൂരും ഈ പറഞ്ഞ മാവേലിക്കരയും ഒക്കെ തന്നെ. PKV വരെ തിരുവല്ലയായിരുന്നു മത്സരിച്ചതാണ്. പിന്നെ CPIക്ക് നല്ല സ്വാധീനമുള്ളതാണ്. ചെങ്ങറ സുരേന്ദ്രൻ 2 തവണ അടൂര്, അത് അടൂരാണെങ്കിലും അടൂര് ഇദ്ദേഹത്തെ തോൽപ്പിച്ചതാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ഏറ്റവും ശക്തനായ എതിരാളി ചെങ്ങറ സുരേന്ദ്രനാണ്. അതെ, 2 തവണ തോൽപ്പിച്ചില്ലേ. ചെങ്ങറ സുരേന്ദ്രൻ അന്ന് ആദ്യം മത്സരിക്കുമ്പോൾ പുതുമുഖം ആണ്. അദ്ദേഹം വേറെ മത്സരിച്ചിട്ട് ഓർക്കുന്നില്ലേ. ലോക്സഭയിൽ എന്തായാലും ആദ്യമായിട്ടാണ്. ഇതാണ് മാവേലിക്കരയുടെ ഒരു ലഘു ചരിത്രം. അപ്പോൾ തിരുവല്ല, അതോടൊപ്പം തന്നെ അടൂര്, പിന്നെ മാവേലിക്കര, ഇത് 3ഉം കൂടെ നമ്മൾ കണക്ട് ചെയ്താണ് പറഞ്ഞു. ഇപ്പം നമുക്ക് അടൂർ എന്നൊരു മണ്ഡലം ഇല്ല, ഇപ്പം നിലവിലില്ല. തിരുവല്ലയും ഇപ്പോൾ ഇല്ല. ഒരുപാട് ഈ സാമുദായിക സമവാക്യങ്ങൾ, ഇപ്പം NSSന്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരി ഈ മണ്ഡലത്തിനുള്ളിലാണ് വരുന്നത്. പിന്നെ KPMSന് സ്വാധീനമുണ്ട്, കേരള പുലിയർ മഹാസഭയ്ക്ക് സ്വാധീനം. BSPയുടെ കാൻഡിഡേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ മത്സരങ്ങളിലും BSPയുടെ കാൻഡിഡേറ്റ് നമ്മൾ പിന്നെ അത് 4000, 2000 വോട്ടൊക്കെ ആയിരുന്നു, നമ്മൾ പറയാതെ പോയതാണ് ഉണ്ടായിരുന്നു. പിന്നെ സംവരണ മണ്ഡലമാണ്. പിന്നെ ഇഴവ വോട്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം നേരത്തെ മത്സരിച്ച തഴവ സഹദേവൻ, അദ്ദേഹം BDJS 13.73% വോട്ട് പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ BDJS വീണ്ടും മത്സരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും പല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി മറിയുന്ന തരത്തിലുള്ള സാമുദായിക സമവാക്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അതെ. BJPയുടെ ഏറ്റവും കഴിഞ്ഞ പ്രാവശ്യത്തത് ഞാൻ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് 2019 തെരഞ്ഞെടുപ്പിൽ 2019 ഈ തഴവ സഹദേവൻ മത്സരിക്കുന്ന BDJ, അദ്ദേഹം പിടിച്ചത് 1,33,546 വോട്ടാണ്. അതായത് 13.73%. അപ്പോൾ 1,33,546 വോട്ട് തഴവ സഹദേവൻ BDJസിന്റെ കാൻഡിഡേറ്റ് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പിടിച്ച ഒരു മണ്ഡലമാണ് മാവേലിക്കര. മറ്റൊന്നുണ്ട് സാർ, നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ, ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം വോട്ട് കുറവാണ് സാധാരണ സംഭവിക്കാറുള്ളത്. ഇവിടെ നേരെ തിരിച്ചാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക്, അതായത് BDJസിന് കിട്ടിയത് 13.73, സാർ ഇപ്പം പറഞ്ഞല്ലോ. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഈ എല്ലാ മണ്ഡലങ്ങളിലും കൂടെ കിട്ടിയത് 15.13%. അപ്പോൾ വർധനമാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ എല്ലാ മണ്ഡലങ്ങളിലും ലീഡ് UDF തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഓപ്പണിംഗ് പറഞ്ഞു, നിലവിൽ എല്ലാം LDFന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതാണ് അവർക്കുള്ളൊരു ബലവും. ഒരു കൗതുകം കൂടിയുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന് ഏറ്റവും കൂടുതൽ ലീഡ് കൊടുത്ത നിയമസഭാ മണ്ഡലം 23,410 വോട്ടോട് കൂടി അദ്ദേഹത്തിന് ലീഡ് കൊടുത്ത നിയമസഭാ മണ്ഡലം ചങ്ങനാശ്ശേരിയാണ്. അതെ. അപ്പോൾ ഇപ്രാവശ്യം ചങ്ങനാശ്ശേരിക്കാരെങ്ങനെ ചിന്തിക്കും നമുക്കറിയില്ല. എന്നിരുന്നാലും ഒരു രസമുള്ളൊരു മത്സരമാണ് മാവേലിക്കര. പ്രത്യേകിച്ചും കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ 10ാമത് മത്സരമാണത്. സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. വളരെ സീനിയർ. 10ാമത് മത്സരം എന്ന് പറയുമ്പോൾ തന്നെ എത്ര വർഷമായി മനസ്സിലാക്കണം. അതിനിടയിൽ ഒരു 2 തെരഞ്ഞെടുപ്പ് മാത്രമല്ലേ ഉള്ളൂ, അല്ലെ? 2 ലോക്സഭ മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് കാലാവധി ഉള്ളത്. അതെ. 98, പിന്നെ 98. അതെ. അത്രയും വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വർഷം MP ആയിരുന്ന ഒരാൾ ഇനി MP ആവണോ എന്നാലോചിക്കുന്നവരും ഉണ്ടാവും. കാരണം പുതിയ പയ്യനാണ്. പലതരത്തിലുള്ള ചിന്തകളും വരാം. എന്തായാലും ഒരു പ്രഡിക്ഷന് നമ്മളില്ല. പ്രഡിക്ഷനുള്ളൊരു പരിപാടിയല്ല ഇത് നമ്മൾ ഓരോ ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ചരിത്രം, അതിൻ്റെ ഭൂമിശാസ്ത്രം അധികം പറഞ്ഞില്ലെങ്കിലും നേടിയ വോട്ടുകൾ, അന്ന് മത്സരിച്ച സ്ഥാനാർത്ഥികൾ, അന്നത്തെ പ്രത്യേകിച്ച് പ്രമുഖരായ സ്ഥാനാർത്ഥികൾ, അവരുടെ വിജയവും പരാജയവും ഒക്കെ നമ്മൾ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഇന്നത്തെ വിവരണം നിങ്ങൾക്ക് നൽകിയത്. നമുക്ക് പതിവുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം, അല്ലേ? അപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞങ്ങളുടെ വിനീതമായ ചോദ്യം: ആരാകും നിങ്ങളുടെ MP?